നീ മരിക്കുന്ന കാലം വരെ നിനക്ക് ഞാൻ ഭക്ഷണം തരാം. അള്ളാഹു പറഞ്ഞതല്ലേ. അല്ലാഹു പറയുകയാ, നിനക്കും മരിക്കുന്ന കാലം വരെ ഞാൻ തരാം ഭക്ഷണം, നീ എന്തിനാ പേടിക്കണേ? പറഞ്ഞ വാക്കു മാറ്റാൻ അല്ലാഹു രാഷ്ട്രീയക്കാരനല്ല, അല്ലാഹു പറഞ്ഞ വാക്കു പാലിക്കുന്നവനാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു പറയുന്നു, നിനക്ക് ഞാൻ തരാം ഭക്ഷണം, നിനക്ക് ഞാൻ തരാം സമ്പത്ത്. എന്ത് ചെയ്യണം? ഞാൻ തന്നത് നീ ചിലവഴിക്ക്. ഞാൻ തന്നത് നീ ചെലവഴിക്കടോ. ഞാൻ നിനക്ക് തന്നത്, ഞാൻ നിനക്ക് തന്നിരിക്കുന്ന സമ്പത്ത് നീ നല്ല കാര്യത്തിന് വേണ്ടി ചിലവഴിക്ക്. കൊടുക്കാൻ എനിക്ക് നിങ്ങൾക്ക് മടിയാ, കൊടുക്കാൻ മടി. കാരണം കൊടുത്താ തീർന്നു പോകും. എടോ ചങ്ങാതി, കൊടുത്താ തീരുമായിരുന്നെങ്കിൽ സംസം വെള്ളം തീരണ്ടേ? ആ ചെറിയ കിണർ എന്തേടക്ക് എത്ര കൊല്ലമായി? മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ടടിച്ചപ്പോൾ അവിടെ നിന്ന് വന്ന സംസം വെള്ളം, അല്ലാഹുവേ, എത്ര കോടാനുകോടി കൊല്ലമായടോ, എത്രയോ മനുഷ്യന്മാര് കോരിക്കൊണ്ടു പോകുന്നു, എന്തുകൊണ്ട് തീരുന്നില്ല? കൊടുത്താ തീരണമായിരുന്നെങ്കിൽ സംസം വെള്ളം തീരണമല്ലോ. ഇല്ലെങ്കിൽ നിന്റെ വീട്ടിൽ കിണറുണ്ടല്ലോ, 2 മാസം കോരാതെ ഇട്ടു നോക്കടോ, അത് നിറയണ്ടേ? വീട്ടിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാതെ വന്നാ കിണർ നിറയൂല, അതവിടെ തന്നെ കിടക്കും. പക്ഷേ കോരുന്നതിനനുസരിച്ച് വർദ്ധിച്ചു കൊണ്ടിരിക്കും. അല്ലാഹു തന്ന സമ്പത്ത് കൊടുക്കുന്നതിനനുസരിച്ച് അല്ലാഹു നിനക്ക് തന്നുകൊണ്ടിരിക്കും, ഒരു കുറവുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ അവന്റെ സമ്പത്ത് ചെലവഴിച്ച അല്ലാഹു അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, പൈസ കൊടുക്കാൻ മടിയെന്ത്? പഠിച്ചവനെ, മക്കളെ കെട്ടിക്കണം, മക്കളെ പഠിപ്പിക്കണം, വീട് വെക്കണം, പ്രയാസമാണ്. ഒരിക്കലും നിങ്ങൾ പറയരുത്. അല്ലാഹു തന്ന സമ്പത്ത് നിങ്ങൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കൂ. അൽഹംദുലില്ലാഹ്, എത്ര വലിയ ഭാഗ്യമാണോ ഈ നാട്ടുകാർക്ക്. നിങ്ങൾക്ക് അല്ലാഹു തന്ന ഭാഗ്യത്തെ കുറിച്ച് നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച മക്കളല്ലേ, ഹാഫിളീങ്ങളായ മക്കളല്ലേ നിങ്ങളുടെ നാട്ടിൽ ഇവിടെ പഠിക്കുന്നത്? 20ഓളം വിദ്യാർത്ഥികൾ ഹാഫിളാണെന്ന് ഉസ്താദ് പറഞ്ഞു. പടച്ചവനെ, ആ മക്കൾ ആരെന്നറിയോ? ദുആയ്ക്ക് ഇജാബത്തുള്ളവരല്ലേ, മലക്കുകളെ ചിറക് താഴ്ത്തി ബഹുമാനിക്കുന്നവരല്ലേ. അല്ലാഹുവേ, ആ മക്കൾ എത്ര വലിയ മഹത്വമുള്ളവരാ, ശ്രേഷ്ഠതയുള്ളവരാ. ആ മക്കൾ പഠിക്കുന്ന ഒരു നാട്ടില് ഈ നാട്ടുകാരാകാൻ നിങ്ങൾക്ക് അല്ലാഹു ഭാഗ്യം തന്നില്ലേ? ഇമാം ഗസാലി തങ്ങൾ പറയുന്നത്, വരെ തൊടണമെങ്കിൽ ഉളുവെടുക്കണമെന്നാണ് മഹത്തുക്കൾ പറയുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ച മക്കളുണ്ടല്ലോ, അള്ളാന്റെ ഖുർആൻ പഠിച്ച ഈ മക്കളെ തൊടണമെങ്കിൽ തന്നെ ഉളുവെടുക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഞാൻ ഇന്ന്, എനിക്ക് വലിയ സന്തോഷമുള്ള ദിവസമാണ്. ഞാൻ ഇന്ന് വയലിന് വന്നപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ടായി, വല്ലാത്ത ഒരു സന്തോഷം എൻ്റെ മനസ്സിൽ. ഞാൻ കുറെ കാലമായി ആഗ്രഹിച്ചിരുന്നൊരു കാര്യം ഇന്ന് നടന്നു. അല്ലാഹു എനിക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പ്രസംഗം തുടങ്ങുന്ന കാലത്ത്, ഏകദേശം ഒരു 8-9 വർഷക്കാലം മുമ്പ്, ഞാൻ ഈ വയനാട് 26 എന്ന് പറയുന്ന സ്ഥലത്ത് വയലിന് വന്നു. നിങ്ങൾക്കറിയണം, 26 എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ വയലിന് വന്നപ്പോ, അന്ന് വയലെല്ലാം കഴിഞ്ഞ് അവസാനം പിരിവ് നടക്കുന്ന സമയത്ത് പിരിക്കാൻ തുടങ്ങി. പിരിവ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി സ്റ്റേജിലേക്ക് കയറി വന്നു. ഞാൻ കണ്ടിരുന്നവൻ ഇങ്ങനെ വയലിന്റെ സദസ്സിലൂടെ കപ്പലണ്ടി വിൽക്കുന്നു. ചെറിയ പൊതിയുമായിട്ട് വയലിന് വന്നിരിക്കുന്ന, എന്ന് മഴ പെയ്തു എന്ന് എനിക്ക് തോന്നുന്നു, മഴയൊക്കെ പെയ്തിരിക്കുന്ന വയലിന്റെ സദസ്സിൽ അവനിങ്ങനെ കപ്പലണ്ടി വിറ്റുകൊണ്ട് നടക്കുകയാ. അവസാനം പിരിവിന്റെ സമയമെത്തിയപ്പോ ആ കപ്പലണ്ടി വിറ്റുകൊണ്ട് നടന്ന പൊന്നുമോൻ സ്റ്റേജിലേക്ക് കയറി വന്നു. സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് അന്ന് കപ്പലണ്ടി വിറ്റിയ കാശ് മുഴുവനും എൻ്റെ കയ്യിൽ തന്നു. അന്ന് കപ്പലണ്ടി വിറ്റ് തനിക്ക് കിട്ടിയ സമ്പാദ്യം മുഴുവനും എന്റെ കയ്യിലേക്ക് തന്നു. ഉസ്താദേ, ഇന്ന് കപ്പലണ്ടി വിറ്റിട്ട് കിട്ടിയ കാശ. ഞാൻ അവനോട് ചോദിച്ചു, എന്ത് വേണം മോനെ? അവൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, എനിക്ക് ഹാഫിളാകണം, ദുആ ചെയ്യണം. അവൻ എന്നോട് പറഞ്ഞു, ഉസ്താദ്, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എനിക്ക് ഹാഫിളാകണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് ആ വയലിന്റെ സദസ്സിൽ വെച്ച് ഞാൻ അവന്റെ തോളിൽ കൈവച്ചോ, തലയിലോ തോളിലോ കൈവച്ച് ഞാൻ ദുആ ചെയ്തു, അല്ലാഹുവേ, നീ അവനെ ഹാഫിളാക്കണേ എന്ന്.
മനസ്സുരുകിയിട്ട് എന്റെ വയത് കേൾക്കുന്നവർക്കറിയാം, ഞാൻ അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച്, ഒരു കുട്ടിയെ കുറിച്ച് ഞാൻ വയത് പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ നാട്ടിൽ വന്നപ്പോൾ അവനെ ഞാൻ നേരിട്ട് കണ്ടു. അന്ന് കപ്പലണ്ടിയുമായി അന്ന് തനിക്ക് കിട്ടിയ ചെറിയ പൈസ സ്റ്റേജിൽ കൊണ്ടുവന്ന് തന്നിട്ട്, ഉസ്താദ് എനിക്ക് ഹാഫിളാകണേ എന്ന്, എനിക്ക് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ ആ പൊന്നുമോനെ ഞാൻ ഇന്ന് കണ്ടു. ആരെന്നറിയുവോ? നിങ്ങളുടെ ഇവിടത്തെ സ്ഥാപനത്തിൽ പഠിക്കുന്ന അജ്മൽ എന്ന് പറയുന്ന പൊന്നുമോൻ. ഇന്നവൻ ഇവിടത്തെ സ്ഥാപനത്തിൽ ഹാഫിള. ഇന്ന് നിങ്ങളുടെ നാട്ടിലെ ഈ സ്ഥാപനത്തിൽ അവൻ പഠിച്ചു ഹാഫിളായി. ഇന്ന് നിസാമി എന്നോട് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. 9 വർഷം 8-9 കൊല്ലമായി. അജ്മൽ എന്തേപ്പാ? അജ്മൽ എന്തേടാ? അജ്മലെ ഇങ്ങ് വാ, നിന്നൊന്ന് കാണട്ടെ. അന്ന് ഞാൻ കണ്ടതാ. അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നവൻ ഹാഫിളായി. മനസ്സിൽ ഇതിൽ കൂടുതൽ എന്ത് സന്തോഷം! ഞാനന്ന് പേര് പറഞ്ഞപ്പോൾ എനിക്ക് എന്റെ വഅദിന്റെ മജ്ലിസുകളിൽ ഞാൻ ബിലാൽ എന്ന അവന്റെ പേര്, എനിക്ക് അജ്മലാണെന്ന് ഇന്ന് അറിയണത്. അന്ന് വഅദിന്റെ സദസ്സിൽ കപ്പലണ്ടിയുമായിട്ട് എന്റെ അടുക്കൽ വന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു. അന്ന് അവന്റെ ഉമ്മയുണ്ടായിരുന്നു വഅദ് കേൾക്കാൻ. ഇന്നവൻ നിങ്ങളുടെ നാട്ടിൽ ഹാഫിളായി. നിസാമി ഉസ്താദ് എന്നോട് പറഞ്ഞപ്പോ അൽഹംദുലില്ലാഹ്